യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ, എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. അതേ പ്രിയരെ, അബ്രഹാം നേരിട്ട പരീക്ഷയ്ക്കകത്ത് വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ താൻ കടന്നു പോകുമ്പോൾ ഇതാ ദൈവത്താലുള്ള കരുതലുകളാണ് തന്റെ ജീവിതത്തിൽ താൻ അനുഭവമാക്കുന്നത്. വേദനാജനകമായ അനുഭവത്തിലൂടെ മോരിയ മലയുടെ പടവുകൾ താണ്ടിക്കയറുന്ന അബ്രഹാമിന്റെ ജീവിതത്തിൽ താൻ നേരിട്ടത് വിശ്വാസത്തിന്റെ പരിശോധനകൾ തന്നെയാണ്. അതിന്റെ നടുവിൽ കൂടി ദൈവത്തിന്റെ കരുതലുകൾ എന്ന പ്രതിഫലങ്ങളാണ് താൻ ദൈവസന്നിധിയിൽ നിന്ന് ഏറ്റുവാങ്ങുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയരെ, പല സന്ദർഭങ്ങൾ വിവിധ കഷ്ടതകളിലൂടെ പരിശോധനകളുടെ നടുവിൽ കൂടി കടന്നു പോകുമ്പോൾ തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. അതിന്റെ നടുവിൽ വിശ്വാസത്തിന്റെ പരിശോധനകൾക്ക് നടുവിൽ ദൈവികമായ കരുതലുകൾ ജീവിതത്തിൽ അനുഭവമാകുവാൻ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങൾക്കകത്ത് വിധേയപ്പെടുക. മാത്രമല്ല, പലപ്പോഴും നാം ചോദിക്കാറുണ്ട്, ദൈവം എന്നെ കൈവിട്ടുവോ, എന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നില്ലായോ എന്ന്. അങ്ങനെയെങ്കിൽ വിവിധ സംശയങ്ങളിലൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തോടുള്ളതായ പിറുപിറുപ്പുകളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ഇല്ല, വിശ്വാസത്തിന്റെ പരിശോധനകൾക്ക് നടുവിൽ കടന്നു പോകുന്ന നമുക്ക് വേണ്ടി ദൈവത്തിന്റെ കരുതലുകൾ മറുതലയ്ക്കൽ വെളിപ്പെട്ടു വരികയാണ്. അങ്ങനെയെങ്കിൽ വിവിധ പരീക്ഷകൾ, വിവിധ പരീക്ഷണങ്ങൾക്കകത്തുകൂടിയൊക്കെ കടന്നു പോകുമ്പോൾ ഒട്ടും പിന്മാറിപ്പോകാതെ, ദൈവത്തിൽ നകന്നു പോകാതെ, ആ പരിശോധനകൾക്ക് നടുവിൽ ഇയ്യോബ് പറഞ്ഞതുപോലെ, നീ എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരുമെന്ന്. അങ്ങനെയെങ്കിൽ പ്രിയരെ, വിവിധ ജീവിതത്തിൽ നേരിടുന്ന വിവിധ പരിശോധനകളുടെ നടുവിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി വഴികളെ തുറക്കും, കരുതും. വലിയ ദൈവപ്രവൃത്തി നമ്മളിലൂടെ സർവശക്തനായ ദൈവം ചെയ്തെടുക്കുവാൻ ഇടയായിത്തീരും. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക. ദൈവത്തോട് പിറുപിറുക്കാതെ, ദൈവത്തിൽ നകന്നു പോകാതെ, കർത്താവിനെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരുമെന്നുള്ള പ്രാർത്ഥനയോടെ, ഏത് കഷ്ടങ്ങൾക്ക് നടുവിലും ഏത് പരീക്ഷകൾക്ക് നടുവിലും എന്നോടുകൂടെ സർവശക്തനായ ദൈവമുണ്ട്, ലോകത്തെ ജയിച്ചവനായ കർത്താവ് എന്നോട് കൂടെയുണ്ടെന്ന് വിശ്വസിച്ച് ധൈര്യത്തോടു കൂടി മുൻപോട്ട് പോകുക. കർത്താവ് എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.